بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. قال كعب فلما بلغني أن رسول الله صلى الله عليه وسلم قد توجه قافلا من تبوك حضرني بثي فطفقت أتذكر الكذب وأقول بما أخرج من سخطه غدا وأستعين على ذلك بكل ذي رأي من أهلي. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ദീർഘമായ ഒരു ഹദീസാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പോയതാണ് രംഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എത്താം എന്ന പ്രതീക്ഷയിൽ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിൽക്കുകയും അവസാനം അദ്ദേഹത്തിന് അവിടെ എത്താൻ സാധിക്കാത്ത അവസ്ഥ വരികയും ചെയ്തു. അതാണ് വിഷയം. അങ്ങനെ ഖാല കഅബ് പറയുന്നു, فلما بلغني أن رسول الله صلى الله عليه وسلم قد توجه قافلا നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് മടങ്ങാൻ ആരംഭിച്ചു എന്ന് എനിക്ക് വിവരം കിട്ടിയപ്പോൾ മിൻ തബൂക്കിൽ നിന്ന് ഹദറനി ബസ്സി എനിക്ക് വല്ലാത്ത ദുഃഖം വന്നു. ഹദറനി ബസ്സി എന്ന് പറഞ്ഞാൽ മാനസികമായ ദുഃഖമാണ്. മാനസികമായി ഒരു പ്രയാസം എനിക്ക് വന്നു. ഫതഫിഖ്തു അതദക്കറുൽ കദിബ ഞാൻ എന്ത് കളവ് പറയും എന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഫതഫിഖ്തു അതദക്കറുൽ കദിബ ഞാൻ എന്ത് കളവ് പറയും എന്ന് ചിന്തിക്കാൻ തുടങ്ങി. വ അഖൂലു ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ബിമ അഖ്റുജു മിൻ സഖതിഹി ഗദാ നാളെ അദ്ദേഹത്തിൻ്റെ കോപത്തിൽ നിന്ന് ഞാൻ എങ്ങനെ പുറത്തു വരും. ബിമ അഖ്റുജു മിൻ സഖതിഹി അദ്ദേഹത്തിൻ്റെ കോപത്തിൽ നിന്ന് ഞാൻ എങ്ങനെ പുറത്തു വരും. ഗദൻ നാളെ. വ അസ്തഈനു അലാ ദാലിക ബികുല്ലി ദീ റഅയിൻ മിൻ അഹ്ലി വ അസ്തഈനു അലാ ദാലിക അതിനൊരു കാരണം കണ്ടെത്താൻ ഞാൻ സഹായം തേടി. ബികുല്ലി ദീ റഅയിൻ എല്ലാ ബുദ്ധിയുള്ളവരോടും മിൻ അഹ്ലി എൻ്റെ കുടുംബത്തിൽ നിന്ന്. വ അസ്തഈനു അലാ ദാലിക ബികുല്ലി ദീ റഅയിൻ മിൻ അഹ്ലി എൻ്റെ കുടുംബത്തിൽ നിന്ന് ബുദ്ധിയുള്ള എല്ലാവരുടെയും സഹായം ഞാൻ തേടി. ഫലമ്മാ ഖീല പറയപ്പെട്ടപ്പോൾ ഇന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് അദല്ല ഖാദിമൻ സാഹ അന്നി അൽ ബാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് അദല്ല ഖാദിമൻ വന്നു കഴിഞ്ഞിരിക്കുന്നു
എന്ന് പറയപ്പെട്ടപ്പോൾ സാഹ അന്നി അൽ ബാത്തിൽ, ഈ കളവുമായി ബന്ധപ്പെട്ട ചിന്തകളെല്ലാം എന്നിൽ നിന്ന് വിദൂരമായി. സാഹ അന്നി അൽ ബാത്തിൽ, എൻ്റെ മനസ്സിൽ ഉരുണ്ടുകൂടിയ കളവ് സംബന്ധമായ ചിന്തകളൊക്കെ എന്നിൽ നിന്ന് വിദൂരമായി. ഹത്ത അറഫ്തു, അങ്ങനെ എനിക്ക് ബോധ്യമായി, ഞാൻ മനസ്സിലാക്കി, അന്നി ലം അൻജു മിൻഹു ബിഷൈഇൻ അബദ, അന്നി ലം അൻജു, എനിക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല, മിൻഹു അതിൽ നിന്ന്, ബിഷൈഇൻ ഒന്നുകൊണ്ടും, അബദ ഒരിക്കലും. ഹത്ത അറഫ്തു അന്നി ലം അൻജു മിൻഹു ബിഷൈഇൻ അബദ, ഒന്നുകൊണ്ടും എനിക്ക് നബിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല എന്നെനിക്ക് മനസ്സിലായി. ഫ അജ്മഅ്തു സിദ്ഖഹു, അപ്പോൾ ഞാൻ സത്യം പറയാൻ തന്നെ തീരുമാനിച്ചു. വ അസ്ബഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാദിമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു, ഒരു പ്രഭാതത്തിൽ നബി എത്തി. വകാന ഇദാ ഖദിമ മിൻ സഫരിൻ, അദ്ദേഹം ഒരു യാത്രയിൽ നിന്ന് വന്നാൽ, ബദഅ ബിൽ മസ്ജിദി, പള്ളിയിൽ കൊണ്ടാണ് ആരംഭിക്കുക. ഫറകഅ ഫീഹി റകഅതൈനി, അങ്ങനെ അദ്ദേഹം അവിടെ വെച്ച് 2 റക്അത്ത് നമസ്കരിച്ചു. സുമ്മ ജലസ ലിന്നാസ്, എന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹം ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നതനുസരിച്ച് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് വരുന്ന രംഗമാണ് അദ്ദേഹം വിവരിക്കുന്നത്. അതാണ് കഅബ് പറഞ്ഞു തുടങ്ങിയത്. ഖാല കഅബുൻ ഫലമ്മാ ബലഗനി അന്ന റസൂലല്ലാഹി ഖദ് തവജ്ജഹ ഖാഫിലൻ, ഖാഫിലയിൽ നിന്ന്, ഖാഫില എന്ന് പറഞ്ഞാൽ യാത്ര, യാത്രയിൽ നിന്ന് നബി മടങ്ങിപ്പോരാൻ ആരംഭിച്ചു എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ചിന്തിച്ചതെന്താ, ഹദറനി ബത്തി, എനിക്ക് വല്ലാത്ത ദുഃഖം വന്നു. ബത്ത്, അപ്പോൾ നമ്മൾ നേരത്തെ കഅബിനെ കുറിച്ച് പറഞ്ഞു. കഅബ് ഒരിക്കലും മദീനയിൽ അവശേഷിച്ച മുനാഫിക്കുകളെ പോലെയല്ല, അദ്ദേഹം നല്ല മുഅ്മിനാണ്, ഖാലിസാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ദുഃഖമുണ്ടായത്. തിരിച്ച് നബി മടങ്ങിപ്പോരുകയാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ദുഃഖം വന്നു. എന്നിട്ട് ഫതഫിഖ്തു അതദക്കറുൽ ബാബ് അതദക്കറുൽ കദിബ, എന്നിട്ട് ഞാനിങ്ങനെ എന്തൊരു കളവാണ് പറയുക എന്നിങ്ങനെ ആലോചിച്ചു. ഒരു എക്സ്ക്യൂസ് പറയണമല്ലോ റസൂലുള്ളാഹിനോട്, അതാണ് ആലോചിച്ചത്. എന്താ ഒരു കാരണം പറയാം റസൂലിനോട്. വ അഖൂലു ബിമ അഖ്റുജു മിൻ സഖതിഹി ഗദൻ, ഞാനിങ്ങനെ പറഞ്ഞു എന്തൊരു കാര്യം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കോപത്തിൽ നിന്ന് എനിക്ക് മുക്തമാകാൻ സാധിക്കുക. നബിയുടെ കോപ്പമുണ്ടാവും, കാരണം വിഷയം അറിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുണ്ടാവില്ല, കോപമാണ് ഉണ്ടാവുക. കാരണം ഒരു കാരണമില്ല. കഅബിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസ്ഥക്ക് ഒരു കാരണവുമില്ല, അതുകൊണ്ട് തന്നെ നബിക്ക് കോപമുണ്ടാവും. അപ്പോൾ എങ്ങനെ ആ കോപത്തിൽ നിന്ന് രക്ഷപ്പെടും എന്നാണ് ഞാനിങ്ങനെ ആലോചിച്ചത്. അങ്ങനെ വഅസ്തഈനു അലാ ദാലിക ബികുല്ലി ദീ റഅയ്യിൻ മിൻ അഹ്ലി, എൻ്റെ കുടുംബത്തിൽപ്പെട്ട എല്ലാ ബുദ്ധിയുള്ള ആളുകളോടും ഞാൻ അതിന് സഹായം ചോദിച്ചു. എന്താണ് റസൂലിനോട് ഞാനൊരു കാരണം പറയാം, ഒരു എക്സ്ക്യൂസ് പറയാൻ എന്താണുള്ളത് എന്നങ്ങനെ ചോദിച്ചു എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കുടുംബക്കാരോടൊക്കെ ചോദിച്ചു, ഞാൻ എന്താ ചെയ്യുക, എങ്ങനെ കുടുങ്ങിപ്പോയിട്ടുണ്ട്. ഫലമ്മ ഖീല ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് അദല്ല ഖാദിമൻ സാഹ അന്നി അൽ ബാത്തിൽ, നബി ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയപ്പെട്ടപ്പോൾ ആ കളവുമായി ബന്ധപ്പെട്ട ചിന്തകളൊക്കെ എന്നിൽ നിന്ന് മാറി. നബി എത്തി എന്ന വിവരം കിട്ടി. ആളുകൾ ആരോ പറഞ്ഞു നബി എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തായി, എൻ്റെ മനസ്സിൽ ആ ചിന്തകളൊക്കെ പോയി. എന്ത് കളവ് പറഞ്ഞിട്ട് രക്ഷപ്പെടുക എന്നുള്ള ചിന്തയൊക്കെ എന്നിൽ നിന്ന് എന്തായി പോയി. അദ്ദേഹത്തിൻ്റെ ആ ഇഖ്ലാസിൻ്റെ മനസ്സിൻ്റെ ശുദ്ധിയാണത്. കാരണം കളവ് പറഞ്ഞ റസൂലുള്ളാഹിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന്. ഹത്താ, ആ അവസ്ഥ പറയണം, ഹത്താ അറഫ്തു അന്നീ ലം അൻജു മിൻഹു ബിശൈഇൻ അബദ, ഒരിക്കലും റസൂലിൽ നിന്ന്
ഇത്തരത്തിലുള്ള എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടുകയില്ല എന്ന് എനിക്ക് ബോധ്യമായി. അറിയാത്തതുകൊണ്ടല്ല ആദ്യം, പക്ഷേ വീണ്ടും വീണ്ടും എങ്ങനെ എന്തായി, മനസ്സിലിങ്ങനെ ഇട്ട് കളിപ്പിച്ചു, എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചു. അവസാനം ബോധ്യമായി. അങ്ങനെ ഫഅജ്മഅതു, ഞാൻ എത്തിച്ചേർന്നു, സിദ്ഖഹു, അദ്ദേഹത്തോട് സത്യം പറയാം എന്നതിൽ ഞാൻ എത്തിച്ചേർന്നു. ഇപ്പോൾ ഈ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ പല അഭിപ്രായവും അദ്ദേഹത്തിനോട് പറഞ്ഞു, പല എക്സ്ക്യൂസുകളും പറഞ്ഞു കൊടുത്തു, പല കാരണങ്ങളും പറയാമെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അതൊന്നും പറഞ്ഞാൽ രക്ഷപ്പെടുകയില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം സത്യം പറയാൻ തീരുമാനിച്ചു. അങ്ങനെ വഅസ്ബഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാദിമ, നബി വന്നു. വകാന, നബിയുടെ സ്വഭാവം പറയുകയാണ്, ഇദാ ഖദിമ മിൻ സഫരിൻ, ഒരു യാത്രയിൽ നിന്ന് നബി വന്നാൽ ബദഅ ബിൽ മസ്ജിദി, പള്ളി കൊണ്ട് ആരംഭിക്കും. അത് നബിയുടെ ഒരു സ്വഭാവമായിരുന്നു. ഫറകഅ ഫീഹി റകഅതൈനി, 2 റകഅത്ത് അവിടെ വെച്ച് നബി എന്ത് ചെയ്യും, നമസ്കരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. അത് നബിയുടെ ഒരു രീതിയായിരുന്നു, സ്വഭാവമായിരുന്നു. യാത്ര കഴിഞ്ഞ് വന്നാൽ, ഏത് യാത്രയായാലും പള്ളിയിൽ നിന്നാണ് നബി എന്ത് ചെയ്യുക, തുടങ്ങുക. പള്ളിയിൽ വന്ന് 2 റകഅത്ത് നമസ്കരിക്കും. അതൊരുപാട് സംഭവങ്ങൾ കാണാം. നബിയുടെ യാത്രയുമായൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. നബി അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. എന്നിട്ട് പിന്നെ നബി ചെയ്യുക, സാധാരണ യാത്രയിൽ നബി ചെയ്യുക, സുമ്മ ജലസ ലിന്നാസ്, പിന്നെ അവിടെ ഇരിക്കും കുറച്ച് സമയം. ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി ഇരിക്കും. ജനങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കേൾക്കാനും ആവശ്യം. കുറേ ദിവസമായിട്ട് നബി മദീനയിൽ ഇല്ലാത്തതാണല്ലോ. അപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് കേൾക്കാനും, കാരണങ്ങൾ ആളുകൾക്ക് ഇതുപോലെ പലരും ഒഴിവുകളൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ കാരണങ്ങൾ ബോധ്യപ്പെടുത്താനൊക്കെ വേണ്ടി നബി അവിടെ ഇരിക്കും. ഫലമ്മ ഫഅല ദാലിക ജാഅഹുൽ മുഖല്ലഫൂൻ. ഫലമ്മ ഫഅല ദാലിക, അത് നബി ചെയ്തപ്പോൾ, എന്നുവെച്ചാൽ നബി നിസ്കരിച്ച് അവിടെ ഇരുന്നു. ജാഅഹു, നബിൻ്റെ അടുത്ത് വന്നു, അൽ മുഖല്ലഫൂൻ, പിന്തി നിന്ന ആളുകൾ. പിന്തി നിന്ന ആൾക്കാരുണ്ടല്ലോ, കഅബും മുസ്ലിങ്ങളായി മുഅ്മിനുകളായി തന്നെ വേറെ 2 ആളുകളുണ്ട്, പിന്നെ കുറേ മുനാഫിക്കുകളുണ്ട്. അപ്പോൾ അവരൊക്കെ വന്നു. യഅ്തദിറൂന ഇലൈഹി, നബിയോട് ഇങ്ങനെ ഉദ്ർ പറഞ്ഞുകൊണ്ട് വന്നു. ഓരോ കാരണം നബിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നബി എങ്ങനെയായിരുന്നു, കുടുംബത്തിന് സുഖമല്ല, അല്ലെങ്കിൽ മക്കൾക്ക് സുഖമല്ല, അങ്ങനെ കാരണം. വയഹ്ലിഫൂന ലഹു, ആ വിഷയത്തിൽ അവർ സത്യം ചെയ്തു പറഞ്ഞു. ഭയങ്കരമായി സത്യം ചെയ്തു പറയും നബിൻ്റെ മുമ്പിൽ. മുനാഫിക്കുകളാണ്. നബിനോട് പറഞ്ഞ അള്ളാണ് സത്യം, അങ്ങനെ ആയതുകൊണ്ടാണ്, ഇങ്ങനെ ആയതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ സത്യം ചെയ്തു പറഞ്ഞു. അപ്പോഴോ അവർ വക്കാനു, അവർ ബിദ്അൻ വ സമാനീന റജുലൻ, 80 ചില്ലാനം ആളുകളുണ്ടായിരുന്നു. ബിദ്അൻ എന്ന് പറഞ്ഞാൽ അധികം എന്നുള്ള, സമാനീന റജുലൻ, 80 ആളുകൾ ഉണ്ടായിരുന്നു. ഈ മുനാഫിക്കുകളെ വിട്ടു നിന്നവരൊക്കെ മുനാഫിക്കുകളായി, 3 ആളുകളല്ലാത്തവരൊക്കെ മുനാഫിക്കുകളായിരുന്നു. പിന്നെ നബി എക്സ്ക്യൂസ് കൊടുത്ത കുറച്ച് ആൾക്കാരുണ്ട്, അത് ദീലിപ്പെടൂല, അവരിവിടെ വരൂല. ഫഖബില മിൻഹും അലാനിയതഹും, അവരുടെ പരസ്യമായുള്ള ആ വർത്തമാനം നബി സ്വീകരിച്ചു. വബായഅഹും, നബി ബായഅഹും, അവരോട് നബി ഒരു തരം ബൈഅത്ത് ചെയ്തു. അവിടെ ബൈഅത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ നബി അവരോട് എന്ത് ചെയ്തു, പറഞ്ഞു. വസ്തഗ്ഫറ ലഹും, അവർക്ക് വേണ്ടി നബി ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്തു. കാരണങ്ങളൊക്കെ പറഞ്ഞവർക്ക് അള്ളാഹു പുറത്തു തരട്ടെ എന്നൊക്കെ പറഞ്ഞു. വവക്കല സറായിറഹും ഇലല്ലാഹ്, വവക്കല സറായിറഹും, അവരുടെ രഹസ്യങ്ങൾ നബി ഏൽപ്പിച്ചു, ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക്. അവിടെ എന്തുകൊണ്ട് ഇവർ വന്നില്ല എന്ന വിവരം നബിക്ക് അറിയില്ല, ഇവർക്ക് പറഞ്ഞതേ നബിക്ക് അറിയുള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഖബില മിൻഹും അലാനിയത്തഹും എന്നാ പറഞ്ഞത്. അവരുടെ അലാനിയത്ത് നബി സ്വീകരിച്ചു. പരസ്യമായിട്ട് പോലും പറഞ്ഞു, എന്ത് ഉമ്മക്ക് സുഖമല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്നു, അതാ കാരണമാണ്, ഈ കാരണം എന്നൊക്കെ പറഞ്ഞാൽ അത് നബി അങ്ങനെ സ്വീകരിച്ചു. നബിയുടെ സ്വഭാവം അതാണ്. മനസ്സിലായില്ലേ? എന്നിട്ട് വസ്തഗ്ഫറ ലഹും, അങ്ങനെയാണെങ്കിൽ അള്ളാഹുങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന് നബി പ്രാർത്ഥിച്ചു. പിന്നെയോ വവക്കല സറായിറഹും ഇലല്ലാഹ്, അവരുടെ രഹസ്യമൊക്കെ നബി എന്ത് ചെയ്തു, അള്ളാഹിനെ ഏൽപ്പിച്ചു.
മനസ്സിലായില്ലേ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഇസ്തിഗ്ഫാർ നടത്തിയെന്ന് പറഞ്ഞാൽ അത് മുനാഫിക്കുകളാണെങ്കിൽ ആ ഇസ്തിഗ്ഫാർ അവർക്ക് ഫലം ചെയ്യൂല. മനസ്സിലായില്ലേ? എന്നാലോ ഒരു സമൂഹത്തോട് പരസ്യമായി ചെയ്യേണ്ട രീതിയാണത്. അവരൊക്കെ മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാണുള്ളത്. അപ്പോൾ ലാഹിറായി പ്രകടമായി അവരെ മുസ്ലിങ്ങളുമായുള്ള സമീപനം എന്താണോ അതാണ് അവരുമായിട്ട് എന്ത് ചെയ്യുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാവുക. അതുകൊണ്ടാണ് നബി സൂറത്ത് തൗബയിലെ ഈ സംഭവം വിവരിക്കുന്ന സ്ഥലത്ത് 80-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും, നബിയെ നിങ്ങൾ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിക്കോ, ഔ ലാ തസ്തഗ്ഫിർ ലഹും, നിങ്ങൾ നടത്തണില്ലേ നടത്തണ്ട. റസൂൽ അള്ളാഹിൻ്റെ കൽപ്പനയാണ്. ഇൻ തസ്തഗ്ഫിർ ലഹും, നീ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയാൽ 70 മറ, 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തിയാലും ഫലൻ യഗ്ഫിർ അല്ലാഹു ലഹും, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കൂല. കാരണം അള്ളാഹ്ക്കറിയാലോ ഇവർ റസൂലിനെ വഞ്ചിച്ചതാണ്, പറ്റിച്ചതാണ്, മുസ്ലിമീങ്ങളെ പറ്റിച്ചതാണ്. അതുകൊണ്ടാണ് അങ്ങനെ അള്ളാഹു പറഞ്ഞത്. ഇവരൊക്കെ നുണ പറഞ്ഞതാ, കളവ് പറഞ്ഞതാ. 80-ൽ ചില്ലാനം ആൾക്കാരും കളവാ പറഞ്ഞത്. മനസ്സിലായില്ലേ? പക്ഷേ റസൂലിന് പ്രത്യക്ഷത്തിൽ എന്താണോ അതേ വിധിക്കാൻ പറ്റുള്ളൂ. ബാക്കി വക്കല സറായിറഹുമേ ഇലല്ലാ, ബാക്കി അള്ളാഹിനെ ഏൽപ്പിച്ച്, അത് അള്ളാഹുവായിട്ടായിക്കോട്ടെ. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത്. നമുക്കൊരാളെ ബാഹ്യമായിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ബാക്കി പാടില്ല. കാരണം അയാളുടെ രഹസ്യം നമുക്കറിയില്ല, റസൂലുള്ളാഹിക്ക് അറിയില്ല, പിന്നല്ലേ നമുക്കറിയണേ. അതാർക്കേ അറിയൂ, അല്ലാഹുവിന്. അപ്പോൾ എപ്പോഴും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദ അതാണ്, നഹ്കുമു അലൽ ലവാഹിർ. ബാഹ്യമായതെന്തോ അതിനനുസരിച്ചാണ് നമ്മൾ എന്താക്കേണ്ടത്, വിധി പറയേണ്ടത്. അല്ല ഒരാളെ കുത്തിച്ചൂന്ന് അയാളുടെ രഹസ്യ ജീവിതം പൊളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് അയാൾ കള്ളനാണ്, അല്ലെങ്കിൽ അയാൾ മുനാഫിക്കാണ്, അയാൾ കാഫറാണ്, അയാൾ ഫാസിക്കാണ്, ഇതൊന്നും നമ്മളെ പണിയല്ല. നമ്മളെ പണി നഹ്കുമു അലൽ ലവാഹിർ. അദ്ദേഹം നിസ്കരിക്കുന്നുണ്ടോ, നമ്മളെ കൂടെയാണോ, നമ്മളെ നിസ്കാരം ഉണ്ടോ, നമ്മളടുത്ത് തിന്നുണ്ടോ, നമ്മളെ ഖിബിലയിലേക്ക് തിരിയുണ്ടോ, ബസ് ഖലാസ്, ബാക്കി അള്ളാഹ് നോക്കിക്കോളൂ. നമ്മൾ നോക്കണ്ടല്ലേ, നമ്മളെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ ആ പണി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. മനസ്സിലായില്ലേ? എന്നിട്ട് ഈ സംഭവം റസൂലുള്ള പൊട്ടനല്ല എന്ന് ഈ സംഭവത്തിൻ്റെ ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു അങ്ങനെ പച്ചയായി പറഞ്ഞത്, ഇസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും എന്ന് പറഞ്ഞ്. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താലും ശരി അള്ളാഹ് എന്താക്കൂല, പുറത്തു കൊടുക്കില്ല. കാരണം അള്ളാഹ്ക്ക് ഇവരെന്ത് ചെയ്യാം, അറിയാം എന്നങ്ങനെ പറയാൻ കാരണം അതാണ്. അങ്ങനെ ഹത്താ ജിഇതു, അങ്ങനെ എൻ്റെ ഊഴമെത്തി, ഞാൻ വന്നു. ഹത്താ ജിഇതു, ഞാൻ എന്ന് പറഞ്ഞാരാ, കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഊഴമെത്തി. അങ്ങനെ ഫലമ്മ സല്ലംതു, ഞാൻ സലാം പറഞ്ഞപ്പോൾ നബിനോടെ, തബസ്സമ, നബി ഒന്ന് പുഞ്ചിരിച്ചു. തബസ്സുമൽ മുഗ്ളബി, കോപ്പിക്കുന്നവൻ്റെ പുഞ്ചിരി. മനസ്സിലായില്ലേ? തബസ്സമ തബസ്സുമൽ മുഗ്ളബി, കോപ്പിക്കുന്നവൻ്റെ പുഞ്ചിരി നബി പുഞ്ചിരിച്ചു. സുമ്മ ഖാല, എന്നിട്ട് നബി പറഞ്ഞു, തആൽ, തആൽ എന്ന് പറഞ്ഞു, ഇവിടെ വന്ന് പറഞ്ഞു. നബിൻ്റെ അടുത്തേക്ക് വിളിക്കണം, തആൽ. ഫജിഅ്തു അംഷി, ഫജിഅ്തു അംഷി, അപ്പം ഞാനിങ്ങനെ നടന്നു വന്നു. ഹത്താ ജലസ്തു, ഞാൻ നടന്നു വന്ന് ഞാൻ ഇരുന്നു. ബൈന യദൈഹി, നബിയുടെ തൊട്ട് മുമ്പിലിരുന്നു. നബി വിളിച്ചതാണല്ലോ. ഫജിഅ്തു അംഷി ഹത്താ ജലസ്തു ബൈന യദൈഹി, നബിൻ്റെ അടുത്ത് വന്ന് ഞാനിരുന്നു, മുമ്പിൽ വന്ന് ഇരുന്നു. ബൈന യദൈ എന്ന് പറഞ്ഞാൽ അതാണ് മുമ്പിൽ, രണ്ട് കൈയിൻ്റെയും ഇടയിൽ എന്ന് പറഞ്ഞാൽ മുമ്പിൽ വന്നു. ഫഖാല ലി, ഇപ്പം നബി എന്നോട് ചോദിച്ചു, മാ ഖല്ലഫക്, മാ ഖല്ലഫക്, എന്തുകൊണ്ടാണ് നീ പിന്തിയത്, എന്തുകൊണ്ട് നീ വന്നില്ല? നബിയുടെ ചോദ്യം. അലം തകുൻ ഖദ് ഇബ്തഅത ലഹ്റക്, നബിക്കറിയാം ആ സംഭവം. എന്ത്? അലം തകുൻ ഖദ് ഇബ്തഅത, നീ വാങ്ങിയിരുന്നില്ലേ, ലഹ്റക, നിനക്കൊരു വാഹനം പോകാനേ, യുദ്ധത്തിന് പോകാൻ നീ നല്ലൊരു വാഹനം വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ.
എന്നിട്ട് എന്തേ നീ പിന്തിയത്? ഖാല, കഅബ് പറയുന്നു, ഖുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നി, ഞാൻ, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലൗ ജലസ്തു ഇൻദ ഗൈരിക, നീയല്ലാത്ത ഒരാളുടെ അടുത്ത്, നിങ്ങളല്ലാത്ത ഒരാളുടെ അടുത്താണ് ഞാൻ ഇരുന്നത് എങ്കിൽ, ലൗ ജലസ്തു, ഞാൻ ഇരുന്നത് എങ്കിൽ, ഇൻദ ഗൈരിക, താങ്കളല്ലാത്ത ഒരാളുടെ അടുത്തായിരുന്നുവെങ്കിൽ, മിൻ അഹ്ലി ദുനിയാ, ദുനിയാവിലുള്ള അങ്ങല്ലാത്ത ആരുടെയെങ്കിലും അടുത്തായിരുന്നു ഞാൻ ഇരുന്നത് എങ്കിൽ, ലറഅയ്തു അന്നീ സഅഖ്റുജു മിൻ സഖതിഹി ബിഉദ്രിൻ, ലറഅയ്തു, ഞാൻ കാണും, അന്നീ സഅഖ്റുജു, എങ്ങനെയാണ് ഞാൻ പുറത്തേക്ക് വരിക, മിൻ സഖതിഹി, അങ്ങയുടെ കോപത്തിൽ നിന്ന്, ബിഉദ്രിൻ, ഒരു കാരണം പറഞ്ഞിട്ട്. എന്താ പറഞ്ഞേ? ലൗ ജലസ്തു ഇൻദ ഗൈരിക മിൻ അഹ്ലി ദുനിയാ, ദുനിയാവിലുള്ള താങ്കളല്ലാത്ത മറ്റാരുടെയെങ്കിലും അടുത്താണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് എങ്കിൽ, ലറഅയ്തു അന്നീ സഅഖ്റുജു മിൻ സഖതിഹി ബിഉദ്രിൻ, ഒരു എക്സ്ക്യൂസ് പറഞ്ഞ്, ഒരു ഒഴിവ് പറഞ്ഞ്, കാരണം പറഞ്ഞ്, എങ്ങനെ അവൻ്റെ ആ ഇരിക്കുന്ന ആളുടെ മുമ്പിലുള്ള ആളുടെ കോപത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്ന് താങ്കൾക്ക് കാണാമായിരുന്നു. കാരണം ലഖദ് ഉഅ്തീതു ജദലൻ, ലഖദ് ഉഅ്തീതു, എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്, ജദലൻ, തർക്കിക്കാനുള്ള ശക്തി, ജദൽ, ലഖദ് ഉഅ്തീതു ജദലൻ, നല്ല തർക്കിക്കാനുള്ള ശക്തി, കഴിവ് എനിക്കുണ്ട്. ലാകിന്നി, പക്ഷേ ഞാൻ, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലഖദ് അലിംതു, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ലഇൻ ഹദ്ദസ്തുകൽ യൗമ, ഇന്ന് ഞാൻ താങ്കളോട് സംസാരിച്ചാൽ, ഹദീസ കദിബിൻ, കളവായ ഒരു സംസാരം, തർലാ ബിഹി അന്നീ, ഇന്നൊരു പക്ഷേ താങ്കൾ എന്നെക്കുറിച്ച് തൃപ്തിപ്പെടും, പക്ഷേ ലയൂഷിക്കന്നല്ലാഹു യുസ്ഖിതുക അലൈ, ഇതിനു ശേഷം അല്ലാഹു താങ്കൾ എന്നോട് കോപിക്കുന്ന വിധത്തിലാക്കുകയും ചെയ്യും. ലയൂഷിക്കന്നല്ലാ, അല്ലാഹു ആക്കുക തന്നെ ചെയ്യും, യുസ്ഖിതുക അലയ്യ, താങ്കൾ എന്നോട് കോപിക്കുന്ന വിധത്തിലാക്കും. ഇപ്പം ഞാൻ രക്ഷപ്പെടും, പക്ഷേ പിന്നീട് എന്താ ഉണ്ടാകുക? ഇപ്പം ഒരു കളവ് പറഞ്ഞാൽ, തർലാ ബിഹി അന്നി, അങ്ങ് എന്നെ തൃപ്തിപ്പെടാവുന്ന രൂപത്തിൽ കളവ് പറയാൻ എനിക്കറിയാം, അങ്ങനെ പറഞ്ഞ് എനിക്ക് രക്ഷപ്പെടാം. പക്ഷേ ആ കളവ് പറഞ്ഞാൽ എന്തുണ്ടാകും? ലയൂഷിക്കന്നല്ലാഹു യുസ്ഖിതുക അലൈ, അല്ലാഹു കുറച്ച് കഴിഞ്ഞാൽ വിവരം താങ്കൾക്ക് തരും, സത്യത്തെ താങ്കൾ അറിയും, അപ്പോൾ താങ്കൾക്ക് എന്നോട് ഭയങ്കര കോപം വരും. വഇൻ ഹദ്ദസ്തുക ഹദീസ സിദ്ഖിൻ, ഇനി താങ്കളോട് ഞാൻ സത്യമായത് പറഞ്ഞാലോ, വഇൻ ഹദ്ദസ്തുക, താങ്കളോട് ഞാൻ സംസാരിച്ചാൽ, ഹദീസ സിദ്ഖിൻ, സത്യമായ വർത്തമാനം, തജിദു അലയ്യ ഫീഹി, ആ വാർത്ത ശരിയാണ് എന്ന് താങ്കൾ അറിയുകയും ചെയ്താൽ, ഇന്നീല അർജു, തീർച്ചയായും ഞാൻ പ്രതീക്ഷിക്കുന്നു, ഫീഹി, ആ വിഷയത്തിൽ, ഉഖ്ബല്ലാ അസ്സ വജൽ, അല്ലാഹു എനിക്ക് ശരിയായ ഒരു പരിഹാരം ഉണ്ടാക്കിത്തരും എന്ന്. വൈൻ ഹദ്ദസ്തുക ഹദീസ സിദ്ഖിൻ, ഞാനൊരു സത്യം പറഞ്ഞാൽ, ഉള്ള കാര്യം അങ്ങനെയാണ് പറഞ്ഞാൽ, തജിദു അലയ്യ ഫീഹി, എന്നിലുള്ളതായി താങ്കൾക്കത് ബോധ്യമായാൽ, പിന്നെ അല്ലാഹ് അറിയിച്ചു കൊടുക്കുമല്ലോ, അങ്ങനെ ബോധ്യമായാൽ, ഇന്നീല അർജു ഫീഹി ഉഖ്ബല്ലാഹ് അസ്സ വജൽ, അല്ലാഹു തീർച്ചയായും എനിക്കതിൻ്റെ പരിണതഫലം നൽകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വല്ലാഹി, അള്ളയാണ് സത്യം, മാ കാന ലീ മിൻ ഉദ്രിൻ, എനിക്കൊരു ഉദ്റുമില്ല, അള്ളാണ് സത്യം, എനിക്ക് ഒരു കഴിവും പറയാനില്ല, താങ്കളുടെ കൂടെ വരാതിരിക്കാൻ ഒരു ഒഴിവും എനിക്ക് പറയാനില്ല. വല്ലാഹി മാ കുൻതു ഖത്തു അഖ്വാ വലാ ഐസർ മിന്നി ഹീന തഖല്ലഫ്തു അൻക, അള്ളയാണ് സത്യം, മാ കുൻതു ഖത്തു അഖ്വാ, ഞാൻ ഒരിക്കലും ശക്തിയുള്ളവനായിരുന്നില്ല, വലാ ഐസർ മിന്നി, എന്നേക്കാൾ ശക്തിയുള്ളവനും എന്നേക്കാൾ ഐസർ എളുപ്പമുള്ളവനും സൗകര്യമുള്ളവനും ഉണ്ടായിരുന്നില്ല, ഹീന തഖല്ലഫ്തു അൻക, താങ്കളിൽ നിന്ന് ഞാൻ വിട്ടുനിന്നപ്പോൾ. ഈ നാട്ടിലെ
എന്നേക്കാൾ കഴിവുള്ളവനോ എന്നേക്കാൾ ശക്തിയുള്ളവനോ എന്നേക്കാൾ സൗകര്യമുള്ളവനോ ആയി ആരും ഉണ്ടായിരുന്നില്ല. അത്രയും സൗകര്യവും ശക്തിയും കഴിവും ഒക്കെ എന്തുണ്ട്, എനിക്ക് ഉണ്ടായിരുന്നു എന്നർത്ഥം. മനസ്സിലായില്ലേ? ഇതാണ് അദ്ദേഹത്തിൻ്റെ സംസാരം, നബിയോട് നടത്തിയ സംസാരമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അദ്ദേഹത്തെ അടുത്തേക്ക് വിളിച്ചു, എന്താ കാരണമെന്ന് അന്വേഷിച്ചു. അപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞ വാചകം അതാണ്, ഞാൻ താങ്കളല്ലാത്ത വേറെ ആരുടെയെങ്കിലും മുമ്പിലാണ് ഇരുന്നത് എങ്കിൽ എന്തു ചെയ്യും, പറഞ്ഞ് രക്ഷപ്പെടും. കാരണം എന്നെ ഊത്തിത്തു ജദലെന്ന്, ഞാൻ നല്ല തർക്കിക്കാൻ കഴിവുള്ളവനാണ്, എനിക്കറിയാം എങ്ങനെ എന്ത് പറഞ്ഞാൽ രക്ഷപ്പെടുമെന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്ക് നോക്കൂ, ഈമാൻ്റെ ശക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വാക്ക് നോക്കൂ, പക്ഷേ ഞാൻ ഇരിക്കുന്നത് താങ്കളുടെ മുമ്പിലാണല്ലോ, ഇപ്പം എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞ് രക്ഷപ്പെട്ടാൽ താങ്കൾ എന്നെക്കുറിച്ച് തൃപ്തിപ്പെടും. പക്ഷേ പിന്നീട് അള്ളാഹു താങ്കൾക്ക് അറിയിച്ചു തരുമ്പോഴോ താങ്കൾക്ക് എന്നോടുള്ള ആ കോപം കഠിനമാകും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്നത്തതല്ല പ്രശ്നം നടത്തും. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്, ഇന്നെന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞ് നമുക്ക് എന്താകാം, പക്ഷെ അള്ളാൻ്റെ അടുത്ത് എത്തുമ്പോഴോ നമ്മൾ ഈ അനാവശ്യമായ ഈ തരത്തിലുള്ള സംസാരങ്ങളൊക്കെ വരേണ്ടി വരുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ സംഭവത്തിൽ നമ്മൾ ഒരുപാട് കാര്യം മനസ്സിലാക്കണം. ഒന്നാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിയ്യത്ത് നന്നെങ്കിൽ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും എന്ത് വിഷയത്തിൽ. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ കഅബിൻ്റെ നിയ്യത്ത് വളരെ നല്ലതാ, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ സങ്കടം വന്നു എന്ന് ആദ്യം പറഞ്ഞ്, നബിയുടെ മുമ്പിൽ ഇരിക്കാനുള്ള ഭയമുണ്ടായത്, പേടിയുണ്ടായത്, രക്ഷപ്പെടണം, എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞ് അത് നിയ്യത്തിൻ്റെ ശക്തി കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഥാർത്ഥത്തിൽ നബിയോട് സത്യം പറയാനെന്ന് അദ്ദേഹം തീരുമാനിച്ചതുകൊണ്ടാണ്, ആ നിയ്യത്തിൻ്റെ ആ നന്മ കൊണ്ടാണ്. അത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം. ഇനി ആ സംഭവത്തിൽ രണ്ടാമത്തെ കാര്യം, നബി ഇവിടെ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നാൽ ആദ്യം ചെയ്യുക പള്ളിയിൽ പോകലാണ്. അതൊരു വലിയ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി ചെയ്ത് കാണിച്ചു തന്ന സുന്നത്തുകൾ രണ്ട് തരമുണ്ട്. ഒന്ന് കൗലിയായ സുന്നത്തുണ്ട്, ഫിഅലിയായ സുന്നത്തുണ്ട്. സുന്നത്തുകൾ കൗലിയായ എന്ന് പറഞ്ഞാൽ നബി പറഞ്ഞു തരുന്ന സുന്നത്തുണ്ടാവും, മനസ്സിലായില്ലേ? ഫിഅലിയായ സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി ചെയ്ത് കാണിച്ചു തരുന്ന സുന്നത്ത്. ഇവിടെ ഈ വിഷയം, ഒരു യാത്ര കഴിഞ്ഞ് വന്ന പള്ളിയിൽ നിന്ന് തുടങ്ങണം എന്നത് നബിയുടെ ഫിഅലിയായ സുന്നത്താണ് നമ്മളിവിടെ കണ്ട ഈ സംഭവത്തിൽ. ആരെ? കഅബ് ബിൻ മാലിക് പറഞ്ഞ സംഭവത്തിൽ. കൗലിയായ സുന്നത്തുണ്ട്. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ ഒരു ഹദീസ് വിശദീകരിച്ചപ്പോൾ ഒരു സംഭവം പറഞ്ഞിരുന്നല്ലോ. ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ നബി യാത്രയിൽ, ഓർക്കുണ്ടാവുമല്ലോ, നബിയുടെ സ്വഭാവം യാത്രയിൽ നബി ഏറ്റവും പിന്നിലാണ് വരിക, ആളുകളൊക്കെ മുമ്പ് അവസാനം വരും. അങ്ങനെ ഒരു യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പിന്നിൽ നോക്കുമ്പോൾ ജാബിർ എന്ത് ചെയ്തിട്ടുണ്ട്, വൈകിയിട്ടുണ്ട്. അപ്പോൾ ജാബിറിൻ്റെ ഒട്ടകം നടക്കണില്ല, എന്തോ ഒരു മോട്ട് കാട്ടി നിൽക്കുകയാണ്, നടക്കണില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിൻ്റെ ഒട്ടകം വിൽക്കണമെന്ന്. ഒരു തമാശ, അങ്ങനെയാണല്ലോ, വണ്ടി കേടെന്ന് അത് വിൽക്കണടോ എന്ന് ചോദിക്കുമല്ലോ നമ്മൾ. ആ ചോദ്യം റസൂൽ ജാബിറിനോട് ചോദിച്ചാൽ, നിൻ്റെ ഒട്ടകം വിൽക്കണമെന്ന്. ആദ്യം വിൽക്കണില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ അന്ന് പഠിച്ചില്ല, അതാണ് വിൽക്കണില്ല, വിൽക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു. വീണ്ടും നബി ചോദിച്ചു, എന്തിനാ അത് വിറ്റാളാന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് എന്ത് ചെയ്ത്, കച്ചവടം ചെയ്തു. ഒട്ടകം ജാബിർ നബിക്ക് എന്ത് ചെയ്തു, അവിടെ വെച്ച് വിറ്റ്. വിൽക്കുമ്പോൾ ഒരു കണ്ടീഷൻ പറഞ്ഞു, ഈ യാത്ര പൂർത്തിയാക്കാൻ എനിക്കിത് തരണം, എന്നുവെച്ചാൽ മദീനത്ത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കൈമാറുള്ളൂ എന്ന് പറഞ്ഞു. ആ സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അങ്ങനെ ആ യാത്ര കഴിഞ്ഞ് ആ യാത്ര തീരുമ്പോൾ നബി ആദ്യം എത്തി. കാരണം ഈ സാധനം ഒരു സ്പീഡില്ലാത്ത ആണല്ലോ, അതുകൊണ്ടാണല്ലോ നബി വാങ്ങാൻ തീരുമാനിച്ചത്. ഇത് ജാബിർ വളരെ വൈകിയാണ് ഇവിടെ എത്തുന്നത്, മദീന. എത്തിയ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത് ചെന്ന് ഒട്ടകം കൊടുക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിറിനോട് പറഞ്ഞത്, നിൽക്കട്ടെ, പോയി 2 റക്അത്ത് നിസ്കരിക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ കൽപ്പനയും വന്നു എന്തിൽ. അപ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം എവിടെ നിസ്കരിക്കേണ്ടത്. ഇന്ന് വളരെ കുറച്ച് ആൾക്കാരെ ഈ ഒരു സുന്നത്തിനെ പ്രാവർത്തികമാക്കാറുള്ളൂ. എവിടെ നിസ്കരിക്കേണ്ടത്? നമ്മളെ നാട്ടിലേക്ക് കിടന്ന ഏതെങ്കിലും ഒരു പള്ളിയിൽ നമ്മൾ നിസ്കരിക്കുക, മനസ്സിലായില്ലേ? ഇന്ന സ്ഥലത്ത് നിന്നല്ല. അങ്ങോട്ട് ഇപ്പം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരികയാണെന്ന് നോക്ക്, വലിയ യാത്ര കേട്ടോ ഉദ്ദേശിക്കണത്, ഇവിടുന്ന് കണ്ണൂരോ
തൃശ്ശൂരൊന്നും പോയി വരുന്നതല്ല പറഞ്ഞു. വലിയ യാത്ര കഴിഞ്ഞ് വന്നാൽ അപ്പോൾ ഏതാണോ നമുക്കൊരു സൗകര്യം കിട്ടുന്ന പള്ളി അവിടെ കയറി 2 റക്അത്ത് നമസ്കരിച്ചു കൊള്ളുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്താണ്. അധികം ആളുകളും മറന്നുപോയതും പ്രാവർത്തികമാക്കാൻ ഈ ഹജ്ജിനൊക്കെ പോയി വരുമ്പോൾ ഉണ്ടായാലുണ്ട്. ബാക്കിയുള്ള യാത്രയിലൊന്നും ജനങ്ങൾ ചെയ്യാറില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അള്ളാഹുവിനോട് ആ യാത്ര മുഴുവനാക്കി ഇവിടെ എത്താൻ വേണ്ടി തൗഫീഖ് നൽകിയ അള്ളാഹുവിനോടുള്ളൊരു നന്ദിയാണെന്ത് ആ നമസ്കാരം എന്നത്. അതാണ് ഇതിൽ പഠിക്കേണ്ട ഒരു സംഭവം. മറ്റൊരു സംഭവം ഇവിടെ നമ്മളൊക്കെ സാധാരണ മനസ്സിലാക്കി വെച്ചത് എന്താ വെച്ചാൽ, ഇപ്പം നിങ്ങൾ കണ്ടില്ലേ കാബ് പറഞ്ഞത്, നബിയെ നിങ്ങളുടെ മുമ്പിലല്ല ഇരിക്കണമെങ്കിൽ ഞാൻ കളവ് പറയുമായിരുന്നു, കാരണം എനിക്ക് നല്ല വാചക കസർത്തിന് നല്ല കഴിവ്. നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ച് നല്ല വക്കീലിനെ വെച്ചാൽ എന്ത് കളവും എന്താക്കാം, പറഞ്ഞ് കേസിൽ ജയിക്കാം എന്ന്. ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നല്ല വക്കീലാരാ അറിയാലോ. നമ്മളെ കേസിൽ അങ്ങോട്ട് ജയിപ്പിക്കണതാണ് എന്ത് നല്ല വക്കീൽ. ഇവിടെ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വളരെ ശക്തമായി തർക്കിച്ച് ജയിക്കാൻ ആർക്ക് കഴിയും? കാബിന് കഴിയും. അതാ പറഞ്ഞത്, നല്ല വക്കീലാണ് ആര്? കാബ്. പക്ഷെ റെഡിയല്ല. അതൊരു വലിയ പാഠമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതം അതാണ് തഖ്വ എന്ന് പറഞ്ഞത്. തഖ്വ ഖൗഫ് എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. അല്ലാതെ അതെന്തല്ല. ഈ തഖ്വ ഖൗഫ് എന്നൊക്കെ പറയണത് ശരീരത്തിൻ്റെ ഏതെങ്കിലും മൂലയിൽ കാണേണ്ട ഒരു സാധനമല്ല, ജീവിതത്തിലുണ്ടാണ്ട്. നമുക്ക് ശരിയാ എക്സ്ക്യൂസ് പറയാം, പിടിച്ചു നിൽക്കാം, നല്ല വക്കീലിനെ വെക്കാം, കളവ് പറയാം, എന്നിട്ട് ജയിക്കാൻ പറ്റുമോ? പറ്റൂല. അത് ജയമല്ല, അത് യഥാർത്ഥത്തിൽ നമ്മളുടെ പരാജയമാണ്. നമ്മളെപ്പോഴും എന്താക്കണം, ചിന്തിക്കണം, ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, പ്രത്യേകിച്ച് സാധാരണ ജീവിതത്തിൽ. ഇനി നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കാബ് വരുന്ന രംഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. അപ്പോൾ സലാം പറഞ്ഞു നബിനോട്. അപ്പം മനസ്സിലാക്കേണ്ടത്, നബി എന്ത് ചെയ്യാണ്? ഇരിക്കണം. കാബോ അയ്യോ. അപ്പോൾ നിൽക്കുന്ന ആൾ ഇരിക്കുന്ന ആളോടും എന്ത് ചെയ്യാം? സലാം പറയാം. അങ്ങനെയാണ് പറയേണ്ടതെന്നർത്ഥം. അതുകൊണ്ടാണ് കാബ് സലാം പറഞ്ഞത്, നബി അല്ല സലാം പറയുന്നത്, അല്ലേ? ഇനി അതിലേറെ ഒരു രസമായ സംഗതി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കാബ വിശദീകരിക്കണ ഈ സംഭവം കേട്ടോ, അറിയാലോ. കാബാണ് ഈ ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്നത്. എന്താ പറയണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പുഞ്ചിരിച്ചു സലാം പറഞ്ഞു. പക്ഷെ ആ പുഞ്ചിരിക്കൊരു പ്രത്യേകത പറഞ്ഞു. എന്താ? ഗളബുള്ള. അപ്പോൾ പുഞ്ചിരി പലതരം ഉണ്ട് എന്നർത്ഥം, മനസ്സിലായില്ലേ? പുഞ്ചിരി പലതരം ഉണ്ട്. ദേഷ്യം വന്നാലും എന്താക്കാം? പുഞ്ചിരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നതമായ ഒരു ഗുണമായിരുന്നു യഥാർത്ഥത്തിൽ. എന്നാൽ അത് ഈ കഅബാണ് നമുക്ക് പറഞ്ഞു തരുന്നത്, അത് കോപത്തിലുള്ള പുഞ്ചിരിയാണ്. അതെങ്ങനെ മനസ്സിലായിട്ടുണ്ടാവും? മുഖത്തുനിന്ന് മനസ്സിലായിട്ടുണ്ടാണ് എന്നാണ് മുഹദ്ദിസുകൾ പറയുന്നത്. നബിയുടെ മുഖം കണ്ടപ്പോൾ, കാരണം നബിയുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാരാണല്ലോ, സഹാബത്തല്ലേ, അപ്പോൾ അവർക്ക് നബിയുടെ മുഖം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും എന്ത് അങ്ങനെയാണ് എന്നത്. ഇനി അതിലേറെ രസം, നബിയോടൊരു ഒഴിവ് കഴിവ് ബോധിപ്പിക്കാനാണല്ലോ അദ്ദേഹം വരുന്നത്. നബിൻ്റെ സ്വഭാവം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ദൂരത്ത് നിന്ന് സലാം പറഞ്ഞ് നബി എന്താ പറഞ്ഞ്? താൽ വരാൻ പറഞ്ഞു. വരാൻ പറഞ്ഞിട്ട് കഅബന്നെ പറയുന്നു, അങ്ങനെ വന്ന് ഞാൻ നബിയുടെ നേരെ മുമ്പിൽ ഇരുന്നു. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു സംസാരത്തിൻ്റെ ഡിസ്റ്റൻസ്, നമ്മൾ സംസാരിക്കുന്ന ആളുമായുള്ള ഡിസ്റ്റൻസ് പരമാവധി കുറക്കണം. എത്ര കുറക്കണോ അത്രയും അത് സ്വാധീനം ഉണ്ടാക്കും. ഇതൊന്നും ശരിക്കും നമ്മൾ എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന, ജീവിതത്തിലൂടെ പഠിപ്പിക്കണ പാടാ. ഇവിടെ വാന്നാ പറഞ്ഞത്, ഇവിടെ വാ, ഇവിടെ ഇരിക്ക്. എന്നിട്ട് നബിൻ്റെ തൊട്ട് മുമ്പിൽ ഇരുത്തിയിട്ടാ ചോദിക്കണേ, എന്തേ ലിമ ഖല്ലഫ്ത്, എന്തേ വൈകി, എന്തേ വരാതിരുന്നു. അപ്പോൾ സംസാരം എപ്പോഴും അങ്ങനെ ആകണം. പ്രത്യേകിച്ച് ഗൗരവമുള്ള വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അടുത്തേക്ക് വിളിക്കണം. ദൂരത്തുനിന്ന് അങ്ങോട്ട് ഉറക്കെ വിളിച്ചു പറയരുത്. ദൂരത്തുനിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടുള്ള സംസാരത്തിൻ്റെ സ്വാധീനവും അടുത്ത്, നിങ്ങൾ ആലോചിച്ച് നോക്കും, മനുഷ്യനെ അടുക്കുകയാണ്. മനുഷ്യൻ്റെ മനസ്സുകൾ തമ്മിൽ അടുത്ത് നിർത്തുന്ന സംസാരവും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട് എന്നർത്ഥം. നമ്മൾ സ്വീകരിക്കേണ്ട സംസാരം എന്താണ്? അടുത്ത് വന്നുകൊണ്ടായിരിക്കണം. ഇവിടെ നമുക്കറിയാം, റസൂലുള്ളാഹിക്ക്
കഅബിനെ ആക്ഷേപിക്കാനാണുള്ളത്, അല്ലേ? നന്മ പറയാനല്ല. നല്ലത് പറയാൻ ചിലപ്പോൾ നമ്മൾ ആൾക്കാരെ അടുത്തേക്ക് വിളിക്കും, മാഷാ അല്ലാഹ് നന്നായി എന്നൊക്കെ പറയും. അല്ല, ഇനി നല്ലതല്ല പറയാനെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? അടുത്തേക്ക് വിളിക്കണം. അതാണ് എന്ത് ചെയ്യേണ്ടത് എന്നർത്ഥം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ സംസാരത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഅബ് പറഞ്ഞ ഈ വാചക, നമ്മളൊരിക്കലും ദുനിയാവിൽ വെച്ച് രക്ഷപ്പെടുക എന്നുള്ളത് നമ്മളെ ചിന്തയാകരുത്. പലപ്പോഴും നമ്മളൊക്കെ സംഭവിക്കണം, എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ നമ്മൾ അങ്ങോട്ട് കൂടി തർക്കിക്കും. ഒരു കാര്യമൊന്നും ഉണ്ടാവില്ല, വെറുതെ കൊലയിലിരുന്ന് തർക്കിക്കായിരിക്കും, ഒരാവശ്യമില്ലാത്ത കാര്യം. എന്നാലും എൻ്റെ വാദം ജയിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? കളവ് എന്ന് പറയണ്ട, എന്നാലും കുറച്ചൊരു പാർലമെന്റേറിയൻ ശൈലി പറഞ്ഞാൽ വാസ്തവവിരുദ്ധമായ ചിലതൊക്കെ നമ്മൾ തട്ടിവിടും. പാടില്ല. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതിൽ അള്ളാഹുവിൻ്റെ കോപമുണ്ടാകും. നമ്മളെ വാദം അങ്ങനെ ജയിക്കണ്ട. നമ്മൾ വാദം ജയിക്കാൻ വേണ്ടിയുള്ള ആൾക്കാരല്ല. നമുക്ക് ജയിക്കേണ്ടത് അള്ളാഹുവിൻ്റെ അടുത്താണ്. അള്ളാഹുവിൻ്റെ അടുത്ത് ജയിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ പറയുന്നത് എന്തായിരിക്കണം? സത്യമായിരിക്കണം എന്ന്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കഅബ് റളിയല്ലാഹു പേടിച്ചത് എന്താ? അവസാനത്തെ വാചകങ്ങൾ ശ്രദ്ധിച്ചില്ല. എന്താ കഅബ് പേടിച്ച്? നബിയെ, ഇപ്പോൾ ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് നിങ്ങൾ എന്നെ തൃപ്തിപ്പെടും, പക്ഷേ നാളെ മറ്റന്നാളോ എന്താണ്ടാകുക? അള്ളാഹ് അറിയിച്ചു കൊടുക്കും. അള്ളാഹ് അറിയിച്ചു കൊടുക്കും. അത് സഹാബത്തിനറിയാം. അള്ളാഹു എന്ന് പറഞ്ഞാൽ യഅലമു സിർറ വഅഖ്ഫ, അള്ളാഹു രഹസ്യവും പരസ്യവും അറിയുന്നവനാണ്. അത് യഥാർത്ഥത്തിൽ സഹാബികളുടെ ജീവിതത്തിലുണ്ട്. സഹാബികൾക്ക് ഒരുപാട് അനുഭവമുണ്ട്. ഏത്? ഉടനെ തന്നെ അള്ളാഹു റസൂലിനെ അറിയിച്ചു കൊടുത്ത ഒരുപാട് അനുഭവങ്ങളുണ്ടല്ലോ. നിങ്ങൾക്കറിയാലോ, ആ പെണ്ണിൻ്റെ കഥ, സൂറത്തുൽ മുജാദലയിലെ പെണ്ണിൻ്റെ കഥ അറിയാലോ. ആ പെണ്ണ് ഭർത്താവുമായുള്ള പ്രശ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് ആവലാതിയായി വന്ന് പറയണം. ഉടനെ ഇറങ്ങുക ഖുർആൻ, ഖദ് സമി അല്ലാഹു ഖൗലല്ലത്തി തുജാദിലുക്, ഉടനെ വന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ എന്ത്? അവർക്കറിയാം, സഹാബത്തിനറിയാം അങ്ങനെ സംഭവിക്കുമെന്ന്. അതുകൊണ്ടാണ് ശരിക്കും അവർക്ക് ബോധമുണ്ട്. ആ ബോധ്യം അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. നമുക്കൊക്കെ അറിയാം, പക്ഷെ നമ്മളെ മനസ്സിൽ ആ ബോധ്യം തങ്ങി നിൽക്കണില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ കളവുകളുടെയും വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൻ്റെയൊക്കെ പിന്നാലെ പോകുന്നത്. അപ്പോൾ ചരിത്രം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ ഹദീസ് മനസ്സിലാക്കുമ്പോൾ, ആ രൂപത്തിലുള്ളൊരു മാറ്റമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഇനി നിങ്ങൾ നോക്കൂ, അടുത്ത വാചകം, ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന് പറയാനുള്ള, കഅബിന് പറയാനുള്ള കഅബ് പറഞ്ഞു. അപ്പോൾ ഇനി നബി പറയാണ്, അമ്മാ ഹാദാ, എന്നാൽ ഇവൻ, ആര്? കഅബ്, ഫഖദ് സദഖ, അവൻ സത്യം പറഞ്ഞിരിക്കുന്നു. മറ്റൊരു വിഷയത്തിലും റസൂലുള്ളാഹി പദം പറഞ്ഞില്ല. ആരുടെ? 80 ചില്ലാനം ആൾക്കാർ വന്നില്ലേ, അവരുടെ ഉദ്ർ നബി സ്വീകരിച്ചു. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ റസൂൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് അവർ പിരിഞ്ഞു പോവുകയാണ്. രഹസ്യം അള്ളാഹ് കേൾപ്പിച്ചു. പക്ഷേ അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ, കഅബിൻ്റെ വിഷയത്തിൽ എന്ത് പറഞ്ഞു? ഫഖദ് സദഖ. കഅബ് എന്ത് പറഞ്ഞു? സത്യം പറഞ്ഞിരിക്കുന്നു. കഅബിന് ശരിക്ക് ഫഖറായി, അത് മാത്രം മതി. ആരാ പറയണത്? റസൂലുള്ള പറയുകയാണ്. കഅബ് എന്താണ്? സാദിഖാണ്. അത് മതിയല്ലോ ഒരു മനുഷ്യന്. അത്ര വലിയൊരു അന്തസ്സ് വേറുണ്ടോ? നബി പറയാണ് എന്ത്? ഫഖദ് സദഖ, അമ്മാ ഹാദാ ഫഖദ് സദഖ, ഫഖും, എഴുന്നേൽക്ക്, ഹത്താ യഖ്ദി അല്ലാഹു ഫീക്, അല്ലാഹു നിന്റെ കാര്യത്തിൽ ഒരു വിധി ഉണ്ടാക്കട്ടെ, അതുവരെ പോയിക്കോ, എഴുന്നേറ്റ് പോയിക്കോ. ഖും, എഴുന്നേറ്റോ. ഹത്താ യഖ്ദി അല്ലാഹു ഫീക, അല്ലാഹു നിന്റെ വിഷയത്തിൽ ഒരു വിധി ഉണ്ടാക്കട്ടെ. അള്ളാഹ് എന്താണോ തീരുമാനിക്കുക അത് വരട്ടെ, ആ ഖളാ വരട്ടെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? തീരുമാനിക്കാം. അദ്ദേഹത്തെ വിട്ടു. വസാറ റിജാലുൻ മിൻ ബനി സലമ, അപ്പോൾ ബനൂ സലമയിൽപ്പെട്ട കുറേ ആളുകൾ എൻ്റെ അടുത്ത് വന്നു. അദ്ദേഹത്തിൻ്റെ ഗോത്രമാണ്, കഅബിൻ്റെ ഗോത്രമാണെന്ത്? ബനൂ സലമ. ബനൂ സലമയിൽപ്പെട്ട കുറേ ആളുകൾ എൻ്റെ അടുത്ത് വന്നു. ഫഖാലു ലി, എന്നിട്ട് അവരെന്നോട് പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, മാ അലിംനാക അദ്നബ്ത ദംബൻ ഖബ്ല ഹാദാ, ഇതിനു മുമ്പ് നീ ഒരു തെറ്റും ചെയ്തത് ഞങ്ങൾക്കറിയില്ല. മാ അലിംനാക, നിന്നെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ല. അദ്നബ്ത ദംബൻ, ഒരു തെറ്റ് ചെയ്തതായിട്ട് ഖബ്ല ഹാദാ, ഇതിനു മുമ്പ്.
ലഖദ് അജസ്ത ഫീ അല്ലാ തകൂന അഅ്തദർത ഇലാ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബിമാ അഅ്തദറ ഇലൈഹിൽ മുഖല്ലഫൂൻ. ലഖദ് അജസ്ത, പക്ഷേ നീ അശക്തനായില്ലേ, അല്ലാ തകൂന അഅ്തദർത ഇലാ റസൂലില്ലാഹ്, റസൂലുള്ളാഹിലേക്ക് താങ്കൾ ഒരു ഒഴിവ് കഴിവ് ബോധിപ്പിക്കുന്നതിന് ബിമാ അഅ്തദറ ഇലൈഹിൽ മുഖല്ലഫൂൻ, പിന്തി നിന്ന ബാക്കിയുള്ള ആളുകളൊക്കെ പറഞ്ഞതുപോലെയുള്ള ഒരു ഒഴിവ് കഴിവ്. താങ്കൾ ഒരു തെറ്റൊന്നും ചെയ്യുന്ന ആളല്ലല്ലോ, അപ്പോൾ മറ്റുള്ളവരൊക്കെ ചെയ്തതുപോലെ താങ്കൾക്കും ചെയ്യാമായിരുന്നില്ലേ? ഫഖദ് കാന കാഫീക ദംബക ഇസ്തിഗ്ഫാറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖദ് കാന കാഫീക ദംബക, നിന്റെ തെറ്റിന് നിനക്ക് മതിയാകുമായിരുന്നു ഇസ്തിഗ്ഫാറു റസൂലില്ലാഹി ലക, അല്ലാഹുവിൻ്റെ റസൂൽ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തും, അത് മതിയായിരുന്നല്ലോ എന്നാര് പറഞ്ഞു? കുടുംബക്കാർ പറഞ്ഞു. എന്താ കുടുംബക്കാര വാചകം? നിങ്ങളൊരു നല്ല മനുഷ്യനല്ലേ, ഇതിനു മുമ്പ് താങ്കളൊരു തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് താങ്കൾ മുമ്പേ പോയ ആൾക്കാരുണ്ടല്ലോ, പിന്തി നിന്ന യുദ്ധത്തിൽ നിന്ന് മാറി നിന്ന ആളുകൾ പറഞ്ഞതുപോലെയുള്ള ഒരു വർത്താനം പറഞ്ഞ് രക്ഷപ്പെടായിരുന്നല്ലോ. ഇനിയിപ്പോൾ അതൊരു തെറ്റാവും എന്നാണ് വിചാരമെങ്കിലോ, റസൂലല്ലേ ഇസ്തിഗ്ഫാർ നടത്തുന്നത്, റസൂൽ അല്ലാഹ് താങ്കൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയാൽ അത് മതിയാകുമായിരുന്നില്ലേ എന്ന് കുടുംബക്കാർ ചോദിച്ചു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരിങ്ങനെ നിർബന്ധിക്കുകയാണ്. എന്തിന്? നബിയുടെ അടുത്ത് വീണ്ടും പോകാൻ. അതാണ് അടുത്ത വാചകത. ഖാല ഫവല്ലാഹി, അദ്ദേഹം പറയാണ്, അള്ളാഹുവാണ് സത്യം, മാസാലൂ യുഅന്നിബൂനനി, അവരെന്നെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു, അവരെന്നോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. ഹത്താ അറത്തു, ഞാൻ പോലും വിചാരിച്ചു, അൻ അർജിഅ ഇലാ റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് മടങ്ങിച്ചെല്ലാനും, ഫഉകദ്ദിബ നഫ്സി, എന്നിട്ടൊരു കളവ് പറഞ്ഞേക്കാം എന്ന് ഞാൻ എന്തായി? ഫഉകദ്ദിബ നഫ്സി, എൻ്റെ നഫ്സിനെ തന്നെ കളവാക്കി എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കുന്ന രൂപത്തിൽ അവരെന്നെ പ്രേരിപ്പിച്ചുകൊണ്ടേ ഇരുന്നു. അപ്പോൾ ആളുകൾ, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെന്താ പറഞ്ഞേ? ചെല്ല്. കാരണം മറ്റൊരു വിഷയത്തിലൊക്കെ റസൂൽ തീരുമാനമെടുത്തു, എല്ലാവരുടെയും എക്സ്ക്യൂസ് സ്വീകരിച്ചു, പൊയ്ക്കോളി എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ റസൂൽ എന്ത് ചെയ്തില്ല? തീരുമാനമെടുത്തില്ല. പൊയ്ക്കോ, അള്ളാഹു തീരുമാനിക്കട്ടെ നിന്റെ കാര്യം എന്നാ പറഞ്ഞ്. മനസ്സിലായില്ലേ? ഇത് കേട്ടപ്പോഴാണ് കുടുംബക്കാർക്ക് ഭയങ്കര പ്രയാസമായത്. അവർ പറഞ്ഞു, നിങ്ങൾ ചെല്ലി റസൂലുള്ളാഹിന്റെ അടുത്തൊരു എക്സ്ക്യൂസ് പറയും, ഇനി അഥവാ ഒരു തെറ്റാണെങ്കിൽ തന്നെയും റസൂലുള്ള ഇസ്തിഗ്ഫാർ നടത്തൂലേ, രക്ഷപ്പെടാമല്ലോ എന്നാണ് അവരുടെ എന്ത് വാദം. മനസ്സിലായില്ലേ? അപ്പോഴോ സുമ്മ ഖുൽതു ലഹും, ഞാൻ അവരോട് ചോദിച്ചു, ഈ വന്ന ബനൂ സലമക്കാരോട് ഞാൻ ചോദിച്ചു, ഹൽ ലഖിയ ഹാദാ മഈ മിൻ അഹദിൻ, ഹൽ ലഖിയ ഹാദാ, ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, മഈ എൻ്റെ കൂടെ, മിൻ അഹദിൻ ആർക്കെങ്കിലും, ഇങ്ങനെ ഒരു അനുഭവം. എങ്ങനെ? അല്ലാഹ് തീരുമാനിക്കട്ടെ എന്ന് എന്നോട് പറഞ്ഞതുപോലെ മറ്റാരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഖാലു, അവർ പറഞ്ഞു, നഅം, ആ ഉണ്ട്. ലഖിയഹു മഅക റജുലാനി, വേറെ രണ്ടാളുകളോടും ഇങ്ങനെ നബി എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. ഖാല, അവർ രണ്ടുപേരും പറഞ്ഞത് മിസ്ലമാ ഖുൽത, നീ പറഞ്ഞതുപോലെ നേര് പറഞ്ഞു, സത്യം പറഞ്ഞു. അപ്പം അവരോടും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. വഖീല, അപ്പം അവർ സത്യം പറഞ്ഞപ്പോഴോ, വഖീല ലഹുമാ, അവരോട് രണ്ടുപേരോടും പറയപ്പെട്ടു, മിസ്ലമാ ഖീല ലക, നിന്നോട് പറയപ്പെട്ടതുപോലെ. കാബിനോട് എന്താ പറഞ്ഞ്? ഖും, അള്ളാഹ് തീരുമാനിക്കട്ടെ എന്നാ പറഞ്ഞു. എഴുന്നേറ്റോ, അള്ളാഹു നിന്റെ കാര്യം തീരുമാനിക്കും. അതേപോലെ വേറെ രണ്ടാളുകളോടും എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. ഖാല ഖുൽതു, ഞാൻ ചോദിച്ചു, മൻ ഹുമാ, ആരാണ് ആ രണ്ടാളുകൾ? മനസ്സിലായില്ലേ? ആരാണ് ആ രണ്ടാളുകൾ എന്ന് ഞാൻ ചോദിച്ചു. ഖുൽതു മൻ ഹുമാ ഖാലു, അപ്പോൾ നാട്ടുകാർ പറഞ്ഞു, മുറാറത്ത് ബിനു റബീഉൽ അംരിയു, അതാണ് ഒരാൾ. മുറാറത്ത് ബിനു റബീഅ, മുറാറയാണ് ഒരാൾ.
മുറാറ. പിന്നെയോ വഹിലാൽ ഇബ്നു ഉമയ്യത്തുൽ വാഖിഫിയു, രണ്ടാമത്തെ ആൾ അദ്ദേഹമാണ് ഹിലാൽ. രണ്ടാളാ, ഒന്ന് മുറാറയും രണ്ടാമത്തേത് ഹിലാലും. ഖാല, കഅബ് പറയാണ്, ഫദക്കറൂ അവരെന്നോട് പറഞ്ഞത്, ദക്കറൂലി അവരെന്നോട് പറഞ്ഞത് റജുലൈനി രണ്ടാളുകളെ കുറിച്ചാണ്. ആരാണ് രണ്ടാള്? മുറാറയും ഹിലാലുമാണ്. അവരാരാ? ഖദ് ഷഹിദാ ബദ്റൻ, അവർ ബദറിലൊക്കെ പങ്കെടുത്ത ആളുകളാണ്. അതിൽ പങ്കെടുത്തവരെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ആരാ? ഷഹിദാ ബദ്റൻ ഫീഹിമാ ഉസ്വത്തുൻ, അവർ രണ്ടുപേരിലും നല്ല മാതൃകയുണ്ട്. നല്ല മനുഷ്യന്മാരായ രണ്ടാൾക്കാരെ കുറിച്ചാണ് ആളുകൾ എന്നോട് പറഞ്ഞത്. ആ പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഖാല ഹീന ദക്കറൂഹുമാ ലീ, എന്നോട് അവരെ രണ്ടുപേരെയും കുറിച്ച് പറയപ്പെട്ടപ്പോൾ ഞാനത് പറഞ്ഞു. എന്ത്? ഇവർ രണ്ടാളും ബദറിൽ പങ്കെടുത്ത നല്ല രണ്ട് മനുഷ്യന്മാരാണ് എന്ന് ഞാൻ പറഞ്ഞു. വനഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ചു അൻ കലാമിനാ അയ്യുഹസ്സലാസ, ഞങ്ങളുമായുള്ള സംസാരം. അയ്യുഹസ്സലാസ, അല്ലയോ മൂന്നാളുകളെ, മിൻ ബൈനി മൻ തഖല്ലഫ അൻഹു, വിട്ടുനിന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട മൂന്നാളുകളെ, നിങ്ങളാരുമായും സംസാരിക്കാൻ പാടില്ല എന്ന് നബി എന്ത് ചെയ്തു? കൽപ്പിച്ചു. ഇനിയാണ് എൻ്റെ ആ വിഷയത്തിൻ്റെ ഗൗരവം. യഥാർത്ഥത്തിൽ ഒരു തൗബയുടെ യഥാർത്ഥ അവസ്ഥ, ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ അവൻ്റെ മനസ്സിലുണ്ടാകേണ്ട മാനസികാവസ്ഥ എന്ത് എന്നാണ് ശരിക്കും ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. ഖാല, കഅബ് പറയുന്നു, ഫജ്തനബ്നന്നാസ്, ജനങ്ങളൊക്കെ ഞങ്ങളിൽ നിന്നകന്നു. ഇജ്തനബ്ന അന്നാസ്, ജനങ്ങളൊക്കെ അകന്നു. കാരണം റസൂലിൻ്റെ കൽപ്പന, റസൂൽ അമീറാണല്ലോ, റസൂലിൻ്റെ കൽപ്പനയാണ് എല്ലാവരും മാറി നിൽക്കണം. ഔ അല്ലെങ്കിൽ ഖാല, കഅബ് പറഞ്ഞു, തഗയ്യറൂ ലനാ, അവരെല്ലാം ഞങ്ങൾക്ക് വേണ്ടി മാറി. തഗയ്യറൂ ലനാ, ഞങ്ങൾക്ക് വേണ്ടി അവരൊക്കെ മാറി. അവരെ സ്വഭാവമൊക്കെയാണ് മാറി, ഞങ്ങൾക്ക് വേണ്ടി മാത്രം. അതുവരെ സംസാരിക്കുകയും ഒപ്പം കൂടുകയൊക്കെ ചെയ്തിരുന്ന ആൾക്കാർ അപ്പോൾ വെച്ചെന്തായി? അങ്ങോട്ട് മാറി. അതാണ് തഗയ്യറൂ ലനാ, അവർ ഞങ്ങൾക്ക് വേണ്ടി മാറി. ഹത്താ തനക്കറത് ലീ ഫീ നഫ്സി അൽ അർളു, ഈ ഭൂമിയിൽ എനിക്ക് എൻ്റെ സ്വന്തത്തിനോട് തന്നെ വെറുപ്പ് തോന്നി. തനക്കറത് ലീ, ഒരു തരം വെറുപ്പ് തോന്നി. ഫീ നഫ്സി, എന്നോട് തന്നെ. അൽ അർളു, ഭൂമിയിൽ. ഫമാഹിയ ബിൽ അർളില്ലത്തി ആരിഫു, ഫമാഹിയ, ഇപ്പോൾ ഈ ഭൂമി, ബിൽ അർളില്ലത്തി ആരിഫു, ഞാൻ അറിയുന്ന ഭൂമിയല്ല, വേറൊരു ഭൂമിയായി മാറി. നാടൊക്കെ അങ്ങോട്ട് മാറി, നാടൊക്കെ മാറി. കാരണം നാട്ടുകാരൊന്നും എന്ത് ചെയ്യണില്ല, മിണ്ടണില്ല, സംസാരിക്കണില്ല, അങ്ങനായി. ഫലബിസ്ന അലാ ദാലിക, അങ്ങനെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ കഅബും ഹിലാലും മുറാറയും. ഫലബിസ്ന അലാ ദാലിക, അങ്ങനെ ഞങ്ങൾ കഴിച്ചു കൂട്ടി 50 ലൈലത്തൻ, 50 ദിവസം. ആളുകളോട് സംസാരമില്ല, ഒന്നുമില്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? അങ്ങനെ ഫഅമ്മ സാഹിബായ, എന്നാൽ എൻ്റെ 2 കൂട്ടുകാർ, ഇനി 2 കൂട്ടുകാരേ ഉള്ളൂ, ബാക്കിയുള്ളവരൊന്നും ഇപ്പം എന്തില്ല, സംസാരമില്ലല്ലോ. 2 കൂട്ടുകാർ. ഫസ്തക്കാന, അവർ 2 പേരും കീഴൊതുങ്ങി. വഖഅദ, അവർ 2 പേരും ഇരുന്നു. ഫീ ബുയൂത്തിഹിമ, അവരുടെ വീട്ടിൽ. എബിക്കിയാനി, കരഞ്ഞുകൊണ്ടിരുന്നു. പുറത്തൊന്നും പോകാതെ കരഞ്ഞ് എവിടെ ഇരുന്നു? വീട്ടിലിരുന്നു. 2 ആൾക്കാരുമാർ, മുറാറയും ഹിലാലും. അമ്മ അന, ഞാനോ? ഫകുന്തു അശബ്ബൽ ഖൗമി, ആ കൂട്ടത്തിൽ ഏറ്റവും യുവാവ് ഞാനായിരുന്നു.
കൂട്ടത്തിൽപ്പെട്ട ചെറുപ്പക്കാരൻ. വ അജ്ലദഹും, ഏറ്റവും കൂടുതൽ ക്ഷമയുള്ളവനും ഞാനായിരുന്നു. നല്ല ക്ഷമയുള്ള ധൈര്യമുള്ള യുവാവായിരുന്നു ഞാൻ. ഫകുൻതു അഖ്റുജു, അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കൊക്കെ പുറത്തേക്ക് പോകും. ഫഅഷ്ഹദു സ്വലാത്ത മഅൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ കൂടെ നിസ്കാരത്തിൽ പങ്കെടുക്കും. മറ്റവർ നിസ്കാരത്തിനും പങ്കെടുത്തില്ല. അവർ വീട്ടിലിങ്ങനെ കരഞ്ഞ്, കാരണം നാട്ടിൽ ഇറങ്ങിയാൽ ആളുകൾ എന്ത് ചെയ്യണില്ല, സംസാരിക്കൂല, മിണ്ടൂല, കണ്ടാൽ മിണ്ടൂല. അങ്ങനെ വ അത്തൂഫു ഫിൽ അസ്വാഖ്, ഞാൻ അങ്ങാടിയിലൊക്കെ ഇങ്ങനെ ഒന്ന് ചുറ്റിക്കറങ്ങും. നിസ്കാരം കഴിഞ്ഞ് അങ്ങാടിയിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങും. പക്ഷേ വലാ യുകല്ലിമുനി അഹദുൻ, എന്നോട് ആരും, ആലോചിച്ച് നോക്കും ആ ഒരു അവസ്ഥ, ആരും സംസാരിക്കണില്ല. വലാ യുകല്ലിമുനി അഹദുൻ, ആരും എന്നോട് സംസാരിക്കുന്നില്ല. വ ആതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ചിലപ്പോൾ നബിൻ്റെ അടുത്ത് ചെല്ലും. ഫ ഉസല്ലിമു അലൈഹി, എന്നിട്ട് നബിനോട് സലാം പറയും. നബിൻ്റെ അടുത്ത് വന്ന് നബിനോട് സലാം പറയും. വഹുവ ഫീ മജ്ലിസിഹി ബഅദ സ്വലാ, നബി നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അപ്പോഴാണ് ഞാൻ ചെന്ന് എന്ത് പറയാ, സലാം പറയാം. ഫ അഖൂലു ഫീ നഫ്സി, എന്നിട്ട് ഞാനിങ്ങനെ മനസ്സിൽ പറയും, ഹൽ ഹറക ഷഫതൈഹി, നബിൻ്റെ ചുണ്ട് ചലിച്ചോ, ബി റദ്ദി സലാം, സലാം മടക്കാൻ വേണ്ടി, അംല, അതല്ലേ, എനിക്കെന്നെ അങ്ങനെ തോന്നും. ഞാൻ എന്നെ പറയും, അഖൂലു ഫീ നഫ്സി, എൻ്റെ മനസ്സിൽ ഞാൻ പറയും, ഹൽ ഹറക ഷഫതൈഹി ബി റദ്ദി സലാമി അംല, നബി സലാം മടക്കാൻ വേണ്ടി ചുണ്ട് ചലിപ്പിച്ചോ അല്ലേ എന്നിങ്ങനെ പറയും. എന്നിട്ട് സുമ്മ ഉസല്ലി ഖരീബൻ മിൻഹു, ഞാൻ നബിൻ്റെ അടുത്ത് തന്നെ അങ്ങനെ നിസ്കരിക്കും. അങ്ങനെ അടുത്ത് കൂടെയാണ്. സല്ലി ഖരീബൻ മിൻഹു, ഞാൻ നബിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ നിസ്കരിക്കും. വ ഉസാരിഖുഹു അൻ നളറ, നമസ്കാരത്തിൽ ഞാനൊന്നിങ്ങനെ കട്ടു നോക്കും. നബി എന്താ ചെയ്യണത്, മനസ്സിൻ്റെ വിഷമം കൊണ്ടാണ്. ഉസാരിഖുഹു, ഞാൻ അങ്ങനെ കട്ടു നോക്കും. അൻ നളറ, കട്ടു നോക്കും. ഫഇദാ അഖ്ബൽതു, അപ്പം നബി ഇങ്ങനെ ഇരിക്കുകയാണ്. കഅബ എന്ത് ചെയ്യാണ്, നിസ്കരിക്കുകയാണ്. അപ്പം നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ നോക്കും നബി, എൻ്റെ അടുത്തേക്ക് നോക്കുന്നുണ്ടോന്നാ നോക്കണത്. ഫൈദാ അഖ്ബൽതു അലാ സ്വലാത്തി, ഞാൻ നിസ്കാരം തുടങ്ങിയാൽ, അഖ്ബൽതു അലാ സ്വലാത്തി, ഞാൻ നിസ്കാരം തുടങ്ങിയാൽ, നളറ ഇലയ്യ, നബി എൻ്റെ നേർക്ക് ഇങ്ങനെ നോക്കും. അപ്പം കഅബ ഇങ്ങനെ കട്ടു നോക്കുമ്പോൾ കാണുന്നുണ്ട് എന്ത്, നബിക്ക് ആ മനസ്സിലുള്ള, കഅബിനോട് മനസ്സിലുള്ള ഇഷ്ടമാണ്, മനസ്സിലായില്ലേ. പക്ഷേ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് എന്ത്, മിണ്ടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, സലാം പറയാൻ പാടില്ല എന്നൊക്കെയുള്ള അള്ളാഹിൻ്റെ കൽപ്പനയാണ്. അതുകൊണ്ടാണ്. അപ്പോൾ അതാണ് ഫൈദാ അഖ്ബൽതു അലാ സ്വലാത്തി നളറ ഇലയ്യ, ഞാനിങ്ങനെ നിസ്കാരം തുടങ്ങിയാൽ നബി എന്ത് ചെയ്യും, എൻ്റെ നേർക്ക് ഇങ്ങനെ നോക്കും. വ ഇദൽ തഫത്തു നഹ്വഹു, ഞാൻ നോക്കുന്നുണ്ട് എന്ന് നബി എങ്ങാനും കണ്ടാൽ, അതാണ് ഇദൽ തഫത്തു, ഞാൻ തിരിഞ്ഞാൽ, നഹ്വഹു, നബിൻ്റെ നേർക്ക്, അറളാന്നി, അപ്പോൾ വേഗം നോട്ടം നബി പിൻവലിക്കും. നബിൻ്റെ മനസ്സിലുള്ള ആ ഇഷ്ടം നോക്കിയേ, നബിക്ക് നോക്കണമെന്നുണ്ട്, സംസാരിക്കണം എന്നുണ്ട്, ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് എന്ത്, ഇദൽ തഫത്തു നഹ്വഹു, ഞാൻ നബിയുടെ നേർക്ക് തിരിഞ്ഞാൽ, അറളാന്നി, നബി എന്ത് ചെയ്യും, വേഗം നോട്ടം പിൻവലിക്കും. ഹത്താ ഇദാ ത്വാല ദാലിക അലയ്യ മിൻ ജഫ്വത്തിൽ മുസ്ലിമീൻ, അങ്ങനെ ഹത്താ ഇദാ ത്വാല ദാലിക, ഇത് നീണ്ടുപോയപ്പോൾ, ഇത് ഈ പരിപാടി ഇങ്ങനെ നീണ്ടുപോയി, മുമ്പര് പോവും, പള്ളി പോവും, നിസ്കരിക്കും, ആൾക്കാരോടൊക്കെ സലാം പറയും, പക്ഷെ മിണ്ടാട്ടില്ല, നബിനോട് സലാം പറയും, മിണ്ടൂല, ആകെ പ്രശ്നമാണ്. ഇതിങ്ങനെ നീണ്ടുപോയപ്പോൾ, ഹത്താ ഇദാ ത്വാല ദാലിക അലയ്യ മിൻ ജഫ്വത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ എന്നോട് കാണിക്കുന്ന ഈ ഒരു വെറുപ്പ് നീണ്ടുപോയപ്പോൾ, മുസ്ലിങ്ങൾ വെറുപ്പ് കാണിച്ചത് അള്ളാഹിൻ്റെ കൽപ്പനയാണ്, മനസ്സിലായില്ലേ, അല്ലാതെ അദ്ദേഹത്തിനോട് വിരോധം ഉണ്ടായിട്ടല്ല. മശൈതു, ഞാൻ അങ്ങനെ നടന്നു. ഹത്താ തസവ്വർതു ജിദാറ ഹായിതി അബീ ഖതാദ, അബൂ ഖതാദയുടെ തോട്ടത്തിൻ്റെ ചുമര് ഞാൻ ചാടിക്കയറി. ഹത്താ തസവ്വർതു, തസവ്വറ എന്ന് പറഞ്ഞാൽ ചാടിക്കയറ, ചുമരിൻ്റെ മേലെ. ജിദാറ ഹായിതി അബീ ഖതാദ, അബൂ ഖതാദയുടെ തോട്ടത്തിൻ്റെ ചുമര് ഞാൻ ചാടിക്കയറി. നേരെ പോകാൻ എന്തില്ല, ധൈര്യമില്ല, ചിലപ്പം വാതിലടച്ചെങ്കിലോ, മനസ്സിലായില്ലേ. അതാണ് ഈ മതിൽ ചാടിക്കയറിയത്. ആരാ അബൂ ഖതാദ എന്ന് പറഞ്ഞാൽ, കഅബ് പറയാ, വഹുവ ഇബ്നു അമ്മി, എൻ്റെ എളാപ്പാൻ്റെ മോനാ,
എൻ്റെ ഏറ്റവും അടുത്ത ആളാണ്. വ അഹബ്ബുന്നാസി ഇലയ്യ, ജനങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് അബൂ ഖത്താദ. അബൂ ഖത്താദിൻ്റെ തോട്ടത്തിൻ്റെ ചുമരാണ് എന്താക്കണത്, ചാടിക്കയറണത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുമാണ്. ഫസല്ലംതു അലൈഹി, ഞാൻ ചാടിക്കയറി ചെന്ന് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും. ഫവല്ലാഹി, അള്ളയാണേ സത്യം, മാ റദ്ദ അലയ്യസ്സലാം, അദ്ദേഹം എന്ത് ചെയ്തില്ല, സലാം മടക്കില്ല. ആരാ അദ്ദേഹം? ഇബ്നു അമ്മാണ്, എളാപ്പൻ്റെ മോനാണ്. പിന്നെയോ ഏറ്റവും അടുത്ത സുഹൃത്തുമാണ്. ഇനിയിപ്പോൾ നേർക്ക് നേരെ ചെന്നാൽ, ഗേറ്റിൽ കൂടെ ചെന്നാൽ ആളുകൾ കാണുമെന്ന് വിചാരിച്ചാണ് ഇദ്ദേഹം എന്ത് ചെയ്ത്, മതിൽ ചാടിക്കടന്ന് ചെന്ന് നോക്കി, എന്നിട്ട് സലാം വീട്ടി. ഫഖുൽതു ലഹു, അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, യാ അബാ ഖത്താദ, അല്ലയോ അബൂ ഖത്താദ, അൻഷുദുക ബില്ലാഹ്, അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഹൽ തഅലമുനി ഉഹിബ്ബുല്ലാഹ വ റസൂലുഹു, ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നു എന്ന് നിനക്കറിയില്ലേ? ചോദിക്കുകയാണ്, എന്താ എന്നോട് സലാം വിട്ടാത്തതെന്നാ ചോദ്യം. ഹൽ തഅലമുനി, നിനക്കറിയില്ലേ, ഉഹിബ്ബുല്ലാഹ വ റസൂലഹു, ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും സ്നേഹിക്കുന്നു എന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിച്ചു. ഫസക്കത്ത, അപ്പോഴും മുമ്പരെന്തില്ല, മറുപടിയില്ല, മിണ്ടാൻ പാടില്ല. ഫഉത്തു, വീണ്ടും ഞാൻ ആവർത്തിച്ചു. ഫനാശത്തുഹു, വീണ്ടും ഞാൻ ഇതേ ചോദ്യം പറഞ്ഞു, സലാം പറഞ്ഞു, എന്നിട്ട് ഇത് ചോദിച്ചു, നിനക്കറിയില്ല ഞാൻ അള്ളാഹു റസൂലിനെ ഇഷ്ടപ്പെടുന്ന ആളാണ്, എന്നിട്ട് എന്താ എന്നോട് സംസാരിക്കാത്ത എന്നാ. ഫസക്കത്ത, അപ്പോഴും അദ്ദേഹം മൗനമായി. ഫഉത്തു, വീണ്ടും ഞാൻ ആവർത്തിച്ചു. ഫനാശത്തുഹു, ഇതേ വർത്തമാനം പറഞ്ഞു, മൂന്നാമത്തെ പ്രാവശ്യം. ഫഖാല, അപ്പോൾ അബൂ ഖത്താദ പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു ആലം, അല്ലാഹു വ റസൂലുഹു, നിനക്ക് അള്ളാഹു റസൂലിന് ഇഷ്ടമുണ്ടോ അല്ലേ എന്നുള്ളത് ആർക്കാ അറിയാം, അള്ളാഹു റസൂലുക്കും അറിയാം എന്ന് പറഞ്ഞു. അപ്പോഴോ ഫഫാലത്ത് ഐനായി, അപ്പോൾ എൻ്റെ ഫാലത്ത് ഐനായി, എൻ്റെ രണ്ട് കണ്ണും നിറഞ്ഞൊഴുകി. ചില ഒരു പ്രതീക്ഷ ഒക്കെ എന്തായി, അതാണ് ഫാലത്ത് ഐനായി. അപ്പോൾ എൻ്റെ രണ്ട് കണ്ണും നിറഞ്ഞൊഴുകി. വതവല്ലൈതു, ഞാൻ തിരിഞ്ഞു നടന്നു. ഹത്താ തസവ്വർത്തുൽ ജിദാർ, വീണ്ടും ഞാൻ ചുമര് ചാടിക്കയറി പുറത്തേക്കേ. ഹത്താ തസവ്വർത്തുൽ ജിദാർ, അങ്ങനെ തിരിഞ്ഞ് ഞാൻ എന്താക്കി, ചുമര് ചാരി, ചുമരിപ്പുറത്തേക്ക് ചാടി എന്നർത്ഥം. മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ ഒരുപാട് കാര്യം ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത്, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അദ്ദേഹവും ആ കൂടെയുള്ള രണ്ടാൾക്കാരും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞല്ലോ. കൂടെയുള്ള ഒരു വീട്ടിൽ തന്നെ എന്തായി, ഒതുങ്ങിക്കൂടി. മനസ്സിലായില്ലേ? ഇദ്ദേഹമാണെങ്കിലോ വീട്ടിൽ ഒതുങ്ങിക്കൂടാനൊരു കാരണമുണ്ട്. ജനങ്ങളൊക്കെ എന്തായി, വെറുത്തല്ലോ, സലാം പറയൂല, സംസാരിക്കൂല, മിണ്ടൂല. സ്വാഭാവികമായിട്ടും നമ്മൾ പിന്നെ സമൂഹത്തിലേക്ക് എന്താവില്ല, മാനുഷികമായ ഇതാണ്. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് എന്താ പറഞ്ഞത്, ഞാൻ അശബ്ബുൽ ഖൗമി വഅജ്ലദുഹും, ഞാൻ ആ കൂട്ടത്തിൽ നല്ല യുവാവാണ്, നല്ല ധൈര്യമുള്ളവനാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ എന്താക്കി, കുറച്ച് പ്രായം കൂടുമ്പോഴാണല്ലോ മനുഷ്യന് ഈ ആളുകൾ മിണ്ടായിരിക്കുക, സംസാരിക്കുക പറഞ്ഞാൽ പ്രയാസം ഉണ്ടാകുക. ചെറുപ്പക്കാരന് നീ മിണ്ടില്ലെങ്കിൽ എനിക്കെന്താ, നീ സംസാരിച്ചില്ലെങ്കിൽ എനിക്കെന്താ എന്നുള്ള ഒരു ഉണ്ടാവും. അതാണത്. അങ്ങനെ അദ്ദേഹം അങ്ങനെ നാട്ടിൽ കൂടെയൊക്കെ എന്താക്കി നടന്നു, അങ്ങാടി പോയി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പോകും, നബിയുടെ അടുത്ത് ചെന്നിരിക്കും, നബിനോട് സലാം പറയും. പക്ഷേ മനസ്സിലായില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കുണ്ടോ എന്ന് കട്ടുനോക്കും. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ളൊരു ധൈര്യം ആർക്കുണ്ട്? കഅബ് റളിയല്ലാഹു അൻഹുവിനുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനൊക്കെ ഉള്ള ഒരു ധൈര്യം യഥാർത്ഥത്തിൽ ഞാൻ സത്യസന്ധനാണ് എന്നതിൽ നിന്ന് വരുന്ന കേട്ടോ. ഞാൻ എന്താണ് പിന്നെന്തിനാ ഞാൻ പേടിക്കണത്? അപ്പം മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ സത്യസന്ധനാണ് എന്ന് ബോധ്യമുള്ള ഒരാൾക്ക് ഇങ്ങനെയൊക്കെ എന്താക്കാൻ പറ്റുള്ളൂ, ചെയ്യാനും കഴിയുള്ളൂ. അല്ലെങ്കിൽ അതിലേറെ വലിയ പ്രയാസമുണ്ടാകുമെന്നർത്ഥം. അങ്ങനെ അവസാനമാണ് ആരുടെ അടുത്തെത്തുന്നത്? അബൂ ഖത്താദൻ്റെ അടുത്തെത്തുന്നത്. അബൂ ഖത്താദനെ കുറിച്ച് നമ്മൾ പറഞ്ഞ അബൂ ഖത്താദ അദ്ദേഹത്തിൻ്റെ ഇബ്നു അമ്മാണ്, എളാപ്പയുടെ മോനുമാണ്, ഏറ്റവും അടുത്ത സുഹൃത്തുമാണ്. എന്നിട്ട് വല്ലാത്ത സംസാരമാണല്ലോ, സലാം പറഞ്ഞിട്ട് മടക്കണില്ല. അപ്പോഴാണ് ചോദിച്ചത്, നിനക്കറിയില്ലടോ ഞാൻ അള്ളാഹു റസൂലിനെ ഇഷ്ടപ്പെടുന്ന ആളാണ്, പിന്നെ എന്താ നിനക്കൊന്ന് സലാം കിട്ടിയാൽ എന്നുള്ള ഒരർത്ഥത്തിലാണ് ആ ചോദ്യം. അപ്പോഴവസാനത്തെ സംസാരം നടത്തിയപ്പോഴാണ് പറഞ്ഞത്, എന്ത്, അള്ളാഹു റസൂലുഹു ആലം, എനിക്കെന്ത് ചെയ്യാൻ പറ്റില്ല,
ഇതിലൊന്നും അഭിപ്രായം പറയാൻ പറ്റില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് എന്ത് വന്നു? കരച്ചിൽ വന്നു. മനസ്സിലായില്ലേ? അദ്ദേഹം തിരിഞ്ഞു നടന്നു, ചാടി പുറത്തേക്ക് നിർത്താലേ. അടുത്ത ആഴ്ച തീരും തോന്നുന്നു ഇൻഷാ അല്ലാഹ് ഇതിൽ. അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് കഅബ് ഇബ്നു മാലിക്കിൻ്റെ ആ കാലഘട്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റുള്ളവരോട് സംസാരിക്കരുതെന്ന് പറഞ്ഞ സമയമാണ്. അതിനിടയിലുണ്ടായ ഓരോ സംഭവങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ അടുത്ത് ചെന്നിട്ട് പോലും അദ്ദേഹത്തിന് എന്തുണ്ടായില്ല? മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിയ ഒരു സമൂഹം. നോക്കി, റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ എന്തായി? അവിടെ നിന്നു. പിന്നെ അതിൽ ആരായാലും, ഇപ്പം കഅബ് അവർക്ക് ഇഷ്ടപ്പെട്ട ആളാണ്, മനസ്സിലായില്ലേ? മറ്റ് രണ്ടാളും മിറാറയും ഹിലാലും ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മഹാന്മാർ. പക്ഷെ അതൊന്നും എന്തല്ല, അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിൽ അതൊന്നും എന്തല്ല, പ്രശ്നമല്ല എന്നർത്ഥം. അതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പാട്. ഒരുപാട് സുന്നത്തുകൾ ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും. ഒരുപാട് സുന്നത്തുകൾ, ഒരുപാട് ജീവിതത്തിൽ ഉണ്ടാകേണ്ട രീതികൾ, സ്വഭാവങ്ങൾ, ചര്യകൾ അതൊക്കെ നമ്മളിങ്ങനെ പൊറുക്കിയെടുക്കണം. നമ്മൾ വെറും കഥ കേട്ട് പോയാൽ പോരാ. ആ സംഭവങ്ങളൊക്കെ പൊറുക്കിയെടുത്ത് അത് ജീവിതത്തിൽ ഉണ്ടാക്കുക എന്നതായിരിക്കണം ഇമാതിരിയുള്ള സംഗതികൾ നമുക്ക് ഉണ്ടാകേണ്ടത്. അതിനേക്കാളൊക്കെ ഉപരി അള്ളാഹുമായി നമ്മൾ എത്ര സിദ്ഖാകുന്നുവോ, അള്ളാഹുമായി നമ്മൾ എത്ര സത്യസന്ധനാകണോ അത്രയും അള്ളാഹുവിന് നമ്മളെ ഇഷ്ടമായിരിക്കും. ശരിയല്ലേ? അതുകൊണ്ട് നമ്മളെപ്പോഴും അള്ളാഹുവിൻ്റെ മുമ്പിൽ ആ കളവ് പറയുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. വല്ലാഹി എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യരുത്? കളവ് പറയരുത്. തമാശക്ക് പോലും അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇവിടെയൊക്കെ ഉള്ളൊരു പാഠം അതാണ്. എത്ര നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ ആ മനസ്സ് തുറന്ന് കാണിക്കണമോ, സത്യസന്ധമായ മനസ്സ് അള്ളാഹുവിന് മുമ്പിൽ കാണിക്കുന്നു, അത്രയും അള്ളാഹു നമ്മളുമായി. അള്ളാഹു കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.